ഹായ് ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും അറിയിക്കുക കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ കപ്പ പൂളക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ, അതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇത് ഞാൻ ഒത്തിരി യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇതിന് മുമ്പൊന്നും ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല, കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അറിയാത്തവർക്ക് ഈ റെസിപ്പി അറിയാത്തവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിക്കൊന്ന് കഴുകിയെടുക്കാം. അതിന് മണ്ണും കാര്യങ്ങളൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാകും. അപ്പം ഓരോന്നെടുത്തിട്ട് വേണം നല്ല രീതിക്കൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതിനൊന്ന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ ഞാൻ മൊത്തത്തിലൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റു ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അതിനാവശ്യമായിട്ടുള്ളത് ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ, പിന്നെ സവാള, പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ചെറുതാക്കി കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ തേങ്ങാപ്പാൽ മെയിനായിട്ടുള്ള ഐറ്റമാണ്. അപ്പം അത് 1-ാം പാലും 2-ാം പാലും ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ അപ്പോഴത്തേക്കും ഞങ്ങളുടെ കപ്പ പൂളക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ, അത് നല്ല രീതിക്കൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കാം. അപ്പം കപ്പയിലേക്ക് ഞങ്ങൾ ഇപ്പോൾ ഒരു മീഡിയം സവാള കട്ട് ചെയ്തതും ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട്
ഞങ്ങൾ എത്ര പച്ചമുളക് വേണമെന്ന് വെച്ചാൽ അതും കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞങ്ങളുടെ തേങ്ങാപ്പാൽ, അതായത് 2ാം പാലാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇത് തിളച്ച് ഒന്നും കൂടി ഞങ്ങളുടെ കപ്പ ഇതിൽ തന്നെ തിളച്ചൊന്ന് വെന്തും കൂടി ഉടയാനുണ്ട് കേട്ടോ. അപ്പം അത്രയും ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നേരെ സ്റ്റൗവിലേക്ക് കൊണ്ടുപോയി വെക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നല്ല രീതിക്കൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം നല്ല രീതിക്കൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് നല്ല രീതിക്ക് കപ്പ ഉടച്ചു കൊടുക്കുക. ഉടയാത്തതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് നല്ല രീതിക്കൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പം കപ്പ നല്ല രീതിക്ക് തന്നെ കുക്കായിട്ട് വെന്തുടഞ്ഞ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഫൈനലായിട്ട് 1ാം പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഒന്ന് തിളച്ചാൽ മാത്രം മതിയാവും. അതായത് നല്ല രീതിക്കൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. കാര്യം ഓവറായിട്ട് നമ്മൾ തിക്കായിട്ടുണ്ടെങ്കിൽ ഇത് തണിയും തോറും നല്ല രീതിക്കൊന്നും കൂടി ഒന്ന് കുറവ് കിട്ടും. അപ്പം കഴിക്കാൻ അത്ര രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനൊക്കെ വേണ്ടിയിട്ടുള്ള വറവലും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം ഞങ്ങൾ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയില്ലേ, അത് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പം ആദ്യം കടുകൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി നല്ല രീതിക്ക് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ചെറിയ ഉള്ളി ചുവന്നുള്ളി എന്നൊക്കെ പറയും. അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. എന്നതിന് ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാൻ പറ്റും. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് തണിയും തോറും നല്ല രീതിക്ക് തന്നെ കുറുകി വരും. അപ്പം ഓവറായിട്ട് തിക്കായിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇച്ചിരി ഒരു ലൂസായിട്ടാണ് കഴിക്കേണ്ടത്. അപ്പം ഇത് തണിയും തോറും നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമുക്കിതിനെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കപ്പയും കൊണ്ടും പുളക്കിഴങ്ങ കൊണ്ടൊക്കെ ഒത്തിരി ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാറില്ല. അപ്പം ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ മഴക്കാലത്തും പിന്നെ വൈകിട്ട് ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിന് പാൽക്കപ്പ എന്നൊക്കെ പറയാം കേട്ടോ. കണ്ണൂർ സ്പെഷ്യൽ പാൽക്കപ്പ എന്നൊക്കെ പറയും. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇത് കുട്ടികൾക്കൊക്കെ നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വ്ലോഗോ വീഡിയോ ഒക്കെ ആയിട്ടൊന്ന് കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ് ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.